السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഒരു മനുഷ്യൻ്റെ പദവി ദുന്യാവിലും ആഖിറത്തിലും ഉയർത്തിക്കളയുന്നതും അവസാനം ഈമാൻ സലാമത്തായി മരിക്കുന്നതുമായ ചില ആളുകളുടെ ശീലങ്ങളെ സംബന്ധിച്ചാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ മുഅ്മിനത്തായ ആണ് പെണ്ണ് ഇല്ലാതെ ആഗ്രഹിക്കുന്ന ഒന്നാണ് മുഅ്മിനായി മരിക്കുക, ഈമാൻ സലാമത്തായി മരിക്കുക എന്ന്. എന്നാൽ അതിൻ്റെ ചില ശീലങ്ങളെ സംബന്ധിച്ചാണ്, അവരുടെ ചില ശീലങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഒന്നാമത്തത്, സാമ്പത്തിക വിശുദ്ധിയുള്ളവരും ധർമ്മശീലരും ആയിരിക്കും അവർ. കാരണം സ്ഥാനവും മാനവും തെറ്റി പണം സമ്പാദിച്ചാൽ പണം മാനവും സ്ഥാനവും ഉണ്ടാക്കിക്കൊടുക്കും എന്ന തത്വം അംഗീകരിക്കാത്തവരാണ് അവർ. അതുകൊണ്ട് തന്നെ അവരുടെ സമ്പാദ്യത്തിൽ വളരെ കൃത്യനിഷ്ഠത ഉള്ളവരായിരിക്കും. ഒന്നാമത്തെ പദവിയാണ് ഞാൻ പറയുന്നത്. കാരണം വിശുദ്ധ ഖുർആനിൽ എവിടെ അള്ളാഹ്ക്ക് അനുസരിക്കാൻ പറയുന്നു അവിടെയൊക്കെ ധർമ്മത്തെ സംബന്ധിച്ച്, നിർബന്ധമായ സദഖയെ സംബന്ധിച്ചും അതല്ലാത്തിനെ സംബന്ധിച്ചും പ്രതിപാദിക്കുന്നത് കാണാം. മഹാനായ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന സ്വദഖത ലതുത്ഫിഉ ഗളബർ റബ്ബി, തീർച്ചയായും സദഖ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദേശത്തെ കെടുത്തിക്കളയും, ഇല്ലാതെയാക്കും. വതദ്ഫഉ മീതത്ത സൂഇ, ദുർമരണം, ചീത്തയായ മരണത്തെ തടയുകയും ചെയ്യും. ധർമ്മം എന്നുള്ളത് വലിയ ഒരു ഗുണം, വലിയ ഒരു നന്മയാണ് എവിടെയും പറയുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് കണ്ടോ, ഫഅമ്മാമൻ അഅ്താ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റ. ഫഅമ്മാമൻ അഅ്താ, വല്ലരുത്തനും ധർമ്മം ചെയ്താൽ, നിർബന്ധമായ സദഖ, അവൻ്റെ സാമ്പത്തികമായ ശുദ്ധീകരണത്തിന് വേണ്ടി അവൻ്റെ നിർബന്ധമായ സകാത്ത്, അതുപോലെ തന്നെ ദാനം ചെയ്യുന്ന ഒരു വിഭാഗം. മാമൻ ആത്വ വത്തഖ, തഖ്വയുള്ളവനും, വസദ്ദഖ ബിൽ ഹുസ്ന, നല്ലതുകൊണ്ട് വാസ്തവമാക്കിയ വ്യക്തികൾ, ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, അവന് ഏറ്റവും എളുപ്പമായത് ഞാൻ സൗകര്യപ്പെടുത്തി കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ആദ്യം തന്നെ പറഞ്ഞത് ഫഅമ്മാമൻ അഅ്താ, ആരെങ്കിലും സമ്പത്ത് ചെലവ് ചെയ്താൽ എന്നുള്ളതാണ്. അപ്പം അവന് ഏറ്റവും എളുപ്പമായതിനെ ഞാൻ സൗകര്യപ്പെടുത്തി കൊടുക്കുമെന്ന് പറഞ്ഞാൽ, അവനിവിടെ നോമ്പ് നോൽക്കൽ പ്രയാസമില്ല, ഹജ്ജ് ചെയ്യൽ പ്രയാസമില്ല, 5 വഖ്ത് നമസ്കാരം നിർവഹിക്കൽ പ്രയാസമില്ല, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലൽ പ്രയാസമില്ല. അവൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് ചെലവ് ചെയ്യാൻ അവന് യാതൊരു പ്രയാസവുമില്ല. അവൻ്റെ മനസ്സ് സന്തോഷവും സംതൃപ്തിയും ആയിരിക്കും ആ വിഷയത്തിലൊക്കെ എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങളിൽ അവന് എളുപ്പമാക്കി കൊടുക്കും. അതവന് പ്രയാസമാകുകയില്ല. അതവൻ്റെ മനസ്സിന് ശാന്തി, സമാധാനവും സംതൃപ്തിയും നൽകുമെന്നുള്ളതാണ്. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും. അമ്മാമൻ ബഖില വസ്തഗ്ന ഫകദ്ദബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ, നേരെ മറിച്ച് ആരെങ്കിലും പിശുക്കത്തരം കാണിക്കുകയും സ്വയം പര്യാപ്തനാണ്, ഈ സമ്പത്തൊക്കെ എന്നെ സംരക്ഷിക്കും എന്ന് വിചാരിക്കുകയും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഫകദ്ദബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ, അവന് ഏറ്റവും ഞെരുക്കമായത്, പ്രയാസമായതിനെ ഞാൻ എളുപ്പമാക്കി കൊടുക്കും, സൗകര്യം ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹ്ക്ക് തെറ്റ് ചെയ്യുക, അവൻ്റെ സ്ഥാനവും മാനവും അതുപോലെ അവൻ്റെ എന്തെല്ലാം നല്ലതായ മേഖലകളുണ്ടോ ആ മേഖലകൾ മുഴുവനും പരാജയപ്പെട്ടാലും ശരി, എന്തു തന്നെയായാലും ആ കാര്യങ്ങളൊക്കെ അവന് അല്ലാഹു തആല ചെയ്യാൻ എളുപ്പമാക്കി കൊടുക്കുമെന്നുള്ളതാണ്. ഒരു കള്ള് കുടിയാനാണെങ്കിൽ ആ മനുഷ്യൻ കള്ള് കുടിച്ച് ദിവസേന കള്ള് കുടിച്ച് റോഡിൻ്റെ അരികിലും വെയിലിലും അതുപോലെ തന്നെ അരിച്ചാലിലൊക്കെ കിടക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ അതവൻ നിർത്തുന്നില്ല, പിറ്റേന്നും അവൻ അത് ആവർത്തിക്കുന്നു. ഒരു ഉദാഹരണം പറയാൻ, അപ്പം ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് അവന് സൗകര്യപ്പെടുത്തി കൊടുക്കും. ആർക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ
സമ്പത്ത് ചെലവഴിക്കാതെ പിഷ്കത്തരം കാണിക്കുന്നവൻ ഈ സമ്പത്തെല്ലാം എന്നെ സംരക്ഷിക്കും എന്ന ധാരണയുള്ള മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രയാസമായതിനെ അവനെ എളുപ്പമാക്കി കൊടുക്കും. ആ നരകത്തിലേക്കുള്ള മാർഗവും അവന് എളുപ്പമാക്കി കൊടുക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ പേരുള്ള. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞെന്താണ്? ധർമ്മശീലരായിരിക്കും എന്നുള്ളതാണ്. ധർമ്മം അള്ളാഹുവിൻ്റെ ഖലാ ഖദറിനെ തടയുന്നതാണ് ധർമ്മം. നമ്മളെ ഒരു അപകടകരമായ കാര്യങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളൊക്കെ എന്ത് തടയും? സദക്ക തടയും. അതുകൊണ്ട് സദക്ക ചെയ്യുക, ദാനശീലരായിരിക്കും അവർ. ഒന്നാമത്തെ ക്വാളിറ്റി അതാണ്. രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ സംസാരം വളരെ കുറക്കുന്നവരായിരിക്കും. ഇങ്ങനെ ഈ സമയത്തും സംസാരിച്ചു കൊണ്ടിരിക്കുകയില്ല. ഏത് സമയത്തും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. അവർ സംസാരം വളരെ കുറച്ചായിരിക്കും ആ ആളുകൾ എന്ന് പറയുന്നത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവൊക്കെ സംസാരം കുറക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ല് അദ്ദേഹത്തിൻ്റെ നാക്കിൻ്റെ അടിയിൽ വെച്ചിരുന്നു എന്ന് കാണാം. അപ്പം സംസാരം കുറക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിൻ്റെ ഒരു അവസാനം നന്നായി മരിക്കുന്ന ആളുകളുടെ അടയാളമാകുന്നു. അൽ മുഅ്മിനു ഖലീലുൽ കലാമി കസീറുൽ അമൽ. മുഅ്മിനായ മനുഷ്യൻ ഖലീലുൽ കലാം വളരെ കുറച്ചായിരിക്കും. കസീറു മിനൽ അമൽ കൂടുതലായിരിക്കും. അമൽ അവൻ പ്രവർത്തിക്കും, നല്ല നല്ല അമൽ പ്രവർത്തിക്കും. അവൻ്റെ വാക്കുകൾ അസ്ഥാനത്ത് പറയുകയില്ല, സ്ഥാനത്ത് മാത്രമേ പറയുകയുള്ളൂ. അത് തന്നെ വളരെ കുറവായിരിക്കും. വൽ മുനാഫിഖ് കസീറുൽ കലാമി ഖലീലുൽ അമൽ കുറയും, അധികം സംസാരമായിരിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ ക്വാളിറ്റിയുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ സംസാരം വളരെ കുറക്കുന്നവരായിരിക്കും. അവർ അസ്ഥാനത്ത് സംസാരിക്കുകയില്ല, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം സംസാരിക്കുന്നവരായിരിക്കും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ജനങ്ങളോട് ഒരിക്കലും പരാതി പറയാത്തവരായിരിക്കും. എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അതുണ്ടായില്ല എന്നിങ്ങനെ പരാതി പറയാത്തവരായിരിക്കും അവരവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ വഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. കുല്ലൻ യുസീബന, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ലൻ യുസീബന, നമ്മൾക്ക് എത്തുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു തആല നമ്മൾക്ക് രേഖപ്പെടുത്തി, അല്ലാഹു തആല നമ്മൾക്ക് വിധിച്ചതല്ലാതെ, വഹുവ മൗലാന, അവനാണ് നമ്മുടെ സംരക്ഷകൻ, വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ ഭരമേൽപ്പിക്കേണ്ടവരാണ്. അവരെല്ലാം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കും. അത് ജനങ്ങളോടൊന്നും സംബന്ധിച്ച് പറയുകയില്ല എന്നുള്ളതാണ്. ജനങ്ങളോട് ഒരിക്കലും അതിനെ സംബന്ധിച്ച് പരാതി പറയുകയില്ല. അപ്പോൾ മൂന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ നാലാമത്തെ കാര്യം, എളിമയുള്ളവരായിരിക്കും അവരെന്നാൽ. ഒരുത്തനെയും താഴ്ന്നവനായി കാണുകയോ നിസ്സാരവൽക്കരിക്കുകയോ ചെയ്യാത്ത വ്യക്തികളാണ്. അവരുടെ ജീവിതം വളരെ കൃത്യനിഷ്ഠതയുള്ളവരും ടൈം ടേബിൾ നിശ്ചയിച്ചുകൊണ്ട് അവർ ദുനിയാവിൽ ജീവിക്കുന്നവരുമാകുന്നു. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനൻ, അള്ളാഹുവിൻ്റെ ഇബാദ്, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ, യംശൂന അലൽ അർളി, ഭൂമിയുടെ മുകൾ പരപ്പിൽ അവൻ നടക്കും, ഹൗനൻ, വളരെ വിനയാന്യനായിക്കൊണ്ട്, വളരെ താഴ്മയോടുകൂടെ, സമാധാനത്തിലായിക്കൊണ്ട്, വളരെ ലളിതമായ വളരെ താഴ്മയോടുകൂടെ. വൈദാ ഖാതബഹുമുൽ ജാഹിലൂൻ, അവിവരമില്ലാത്ത അവിവേകികൾ അവരോട് സംസാരിച്ചാൽ ഖാലൂ സലാമ, സമാധാനത്തിൻ്റെ വാക്കുകൾ പറയുന്നവരാണ്. അപ്പോൾ നാലാമത്തേതാണ്, വമാ തവാള അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. വമാ തവാള അഹദുൻ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി ആരെങ്കിലും താഴ്മ കാണിച്ചാൽ ഇല്ലാ റഫഅഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തിയിട്ടല്ലാതെ ഇല്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ അവരുടെ ശീലങ്ങളിൽ നിന്ന് ഈ സ്വർഗാവകാശികളുടെ അവസാനം നന്നായി മരിക്കുന്ന ആളുകളുടെ ശീലങ്ങളിൽ പറഞ്ഞത്, ഒന്ന് ദാനശീലരായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തത് സംസാരം വളരെ കുറക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത് ജനങ്ങളോട് പരാതി പറയാത്തവരായിരിക്കും. പരാതി മുഴുവനും പറയുന്നത് അള്ളാഹുവിനോടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ നാലാമത്തെ കാര്യം, എളിമയുള്ളവരായിരിക്കും എന്നുള്ളതാണ്. ഈ നാല് കാര്യങ്ങൾ ഒരു മനുഷ്യൻ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അവന് ദുനിയാവും ആഖിറവും വിജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും സ്വീകരിക്കട്ടെ.
നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.